BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞത് നമ്മുടെ ശരിയെന്ന് തോന്നലിലൂടെയാണ് നമ്മൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അതിൽ കുറേയൊക്കെ ശരിയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വികസനം, ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ കേരളത്തിൽ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളം ദർശിച്ചുകൊണ്ടിരിക്കുന്ന സംവാദങ്ങളും കേരളത്തിൽ കേൾക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള കേൾവികളും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കേരളം മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ലോകത്തിനൊപ്പം സഞ്ചരിക്കണം. കേരളത്തിൽ പ്രഖ്യാപനങ്ങൾ മാത്രമേ നടക്കാറുള്ളൂ. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലോകത്തിൽ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പദ്ധതി കൊണ്ടുവന്നിട്ട് പറയാൻ പറ്റും. ഞാൻ പ്രപ്പോസ് ചെയ്ത 2 സ്ഥലത്തും അദ്ദേഹം പോയി. ജനീവയിലെ മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ. അത് ഞാൻ പറഞ്ഞത് അതെൻ്റെ ഒരു പ്രപ്പോസലായിരുന്നു. ഞാനതെല്ലാം മംഗളം പത്രത്തിൽ എഴുതിയിട്ടുള്ളൂ, അല്ലാണ്ട് ഞാനൊന്നും രഹസ്യമായിട്ടൊന്നുമില്ല. നാളുകളിൽ കേരളം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം സഞ്ചരിക്കാതെ കൊണ്ട് ഇനി ആ ഡെവലപ്മെൻറ്റ്സ് കേരളത്തിലുണ്ടായി എന്നുള്ളത് നഗ്ന സത്യമാണ്. അതെനിക്ക് ബോധ്യമായി. ഞാൻ ഈ പാർട്ടിയോടൊപ്പം വന്നു. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ പാർട്ടിയുടെ യാത്ര ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പാർട്ടിയുടെ പല നിലപാടുകളും എന്നെപ്പോലുള്ളവർക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. ആ ഭിന്നിപ്പും ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടുകൂടി ഞാൻ പോകുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്നതിനുള്ള ആശയദാരിദ്ര്യത്തിലുള്ള പാർട്ടി, ഈ രാജ്യത്തിൻ്റെ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ പലതും ചെയ്ത ആൾ, രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യരുടെ വീട് അല്ലെങ്കിൽ സ്ഥലം വക്കപ്പെന്ന് പറഞ്ഞ പേര് പറഞ്ഞിട്ടുണ്ട്, അത് പിടിച്ചെടുക്കാനായിട്ടുള്ള അധികാരം ആ ബോർഡിന് നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ്സാണ്. അതുകൂടാണ്ട് തന്നെ കോൺഗ്രസ്സിന് ഇന്നോവേറ്റീവായിട്ടുള്ളൊരു പ്രോജക്റ്റും ഇല്ല, കൺസിസ്റ്റൻസി ഇല്ല. ഈ രാജ്യത്തിനെ സംബന്ധിച്ചോളം കോൺഗ്രസ്സിന് തിരിച്ചറിവ് ഇനി അസാധ്യമാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. രാജ്യം വികസനത്തിനൊപ്പം ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ ആശയങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും കേരളവും കേന്ദ്രത്തിനോടൊപ്പം ചേർന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളോട് കൊണ്ടുവരാനുണ്ട്. അത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ആശയമായിട്ട് മുന്നോട്ട് വന്ന് ആ പാർട്ടിയോടൊപ്പം ചേരണം എന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നത്. വളരെ ഓണസ്റ്റായിട്ട് പറയും. ഒരു പക്ഷേ അതുകൂടെ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എന്നോട് ഒരുപാട് പേര് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരുപാട് മതമേലധ്യക്ഷന്മാർ, ഒരുപാട് പേര്. ഞാനൊരു അന്ധമായ വിശ്വാസിയൊന്നുമല്ല. ഈ അവഗണനകൾ പൂർണ്ണമായിട്ട് എന്നോടൊപ്പം നിൽക്കുന്ന, എന്നെ സ്നേഹിക്കുന്നവർ, അവർക്ക് മാനസികമായിട്ട് ഒരുപാട് പേര് അവരെന്നോട് പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഈ അവഗണനയും പേരും നിൽക്കുന്നുള്ളവരും. അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ടാകാം, പക്ഷെ അതല്ല യഥാർത്ഥ കാരണം. ഞാൻ നേരത്തെ പറഞ്ഞത്, BJPയുടെ ഒരു ഔദ്യോഗിക നേതാവും ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വരാമെന്ന് ചോദിച്ചിട്ടില്ല. അത് തെറ്റാണ്. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നോ പറയും. എൻ്റെ ആശയമായിട്ട് ചോദിക്കത്തില്ല, ഒരിക്കലും ഞാൻ ചോദിക്കത്തില്ല. അങ്ങനെ ഇവരാരും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ വന്നത് ക്രിസ്ത്യാനിയെ കൊണ്ടുവരാന്നുള്ള ആശയത്തിലൊന്നുമല്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ മാറ്റം ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ മാറിയേക്കായിരിക്കാം. കാരണം ആ സമൂഹത്തിനെയും കേരളത്തിൽ അവഗണിക്കുന്നുള്ളൊരു പരാതി ആ സമൂഹത്തിനുണ്ട്. ആ സമൂഹത്തിനെ പ്രതികരിക്കുന്ന ആർക്കും ഒരു അംഗീകാരം കൊടുക്കുന്നില്ല എന്നുണ്ട്, സത്യമാണ്. പക്ഷേ അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് എന്നോടാരും പറഞ്ഞിട്ടില്ല. വെറുതെ നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല. BJPയിൽ ഞാൻ വന്നത് ഞാൻ സ്വയം ഇങ്ങോട്ട് വന്നതാണ്. എന്നെ ആരും വിളിച്ചിട്ടില്ല. ഞാൻ സ്വയം വന്നു, മെമ്പർഷിപ്പ് എടുത്തു. ഇന്ന് മുതൽ ഞാൻ ഈ പാർട്ടി പ്രവർത്തിക്കും. ഇതിനുമായിട്ട് ഒരു ചർച്ച നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. പ്രീവിയസ് ആയിട്ട് ഒരു ഡിസ്കസ് നടത്തിയിട്ടില്ല. എനിക്ക് ഈ പാർട്ടിയോട് പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. ഞാൻ CPM പ്രതിനിധിയായിട്ട് ഇന്നുവരെ ഇരുന്നിട്ടില്ല. ഞാൻ CPMൻ്റെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടാണ് ഇരുന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ പാർട്ടിയെ വഞ്ചിച്ചിട്ടോ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വഞ്ചി ഞാൻ പോന്നിട്ടില്ല. ഞാൻ സഹയാത്രികൻ, അത് ആർക്കും ആവാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മുതൽ ഒരു സഹയാത്രികൻ കോൺഗ്രസിനൊപ്പം സംസാരിക്കുന്നുണ്ട്, ഹസ്കർ എന്ന് പറഞ്ഞ വ്യക്തി. പെട്ടെന്ന് അങ്ങേരും മാറിയിട്ടുണ്ട്. അതെനിക്ക് അറിയത്തില്ല. അപ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? എനിക്ക് BJPയോടൊപ്പം പ്രവർത്തിക്കണമെന്ന് തോന്നി. ഞാൻ ഈ നേതൃത്വത്തെ അറിയിച്ചു. അവർ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട രാജീവ്ജി എനിക്ക് ഷാൾ അണിച്ച് എനിക്ക് മെമ്പർഷിപ്പ് തന്നു. ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. സ്നേഹമുള്ള ഓരോ മനുഷ്യരോടൊപ്പം ഞാൻ ചേർന്നുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.